എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത് ഓരോ നക്ഷത്രക്കാരും ഏത് ദേവന്മാരെ അല്ലെ ദേവിമാരെയാണ് പൂജിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് യന്ത്രങ്ങളാണ് ദേഹരക്ഷയൊക്കെ ആയിട്ട് ധരിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ്. നമുക്കറിയാം, അശ്വതി മുതൽ തുടങ്ങുന്ന നക്ഷത്രക്കാർ, ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം ദേവീദേവന്മാരെ ഉപാസിക്കാനുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ധരിക്കാനുള്ള രത്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ ദേഹരക്ഷയായിട്ട് ഏത് യന്ത്രമാണ് ഏറ്റവും നല്ലത് എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർ പൂജിക്കേണ്ടത് അശ്വിനി ദേവതകളെയാണ്. സുദർശന യന്ത്രമാണ് ദേഹരക്ഷയായിട്ട് ധരിക്കാൻ ഏറ്റവും നല്ലത്. ഭരണി നക്ഷത്രക്കാർ ശിവനെയാണ് പൂജിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ത്രിപുരസുന്ദരി യന്ത്രമാണ് ശരീരത്തിൽ ധരിക്കേണ്ടത്. കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമിയാണ് പൂജിക്കേണ്ടത്. സുദർശന യന്ത്രം ഏറ്റവും നല്ലതാണ് ധരിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാർ ശ്രീകൃഷ്ണനെ പൂജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നത് അവർക്ക് ജീവിതത്തിൽ എല്ലാ അഭിവൃദ്ധി ഐശ്വര്യമൊക്കെ ഉണ്ടാക്കും. വേണുഗോപാല യന്ത്രം ഏറ്റവും നല്ലതാണ്. മകേര്യ നക്ഷത്രക്കാർ നാഗദേവതകളെ പൂജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നാഗത്തിന് വഴിപാടൊക്കെ ചെയ്യുന്നത്. അശ്വാരൂഢ യന്ത്രം ആണ് ധരിക്കേണ്ടത്. തിരുവാതിര നക്ഷത്രക്കാർ ശിവനെയാണ് പൂജിക്കേണ്ടത്. മൃത്യുഞ്ജയ യന്ത്രമൊക്കെ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പുണർദം നക്ഷത്രക്കാർ ശ്രീരാമസ്വാമിയെ ഉപാസിക്കണം. സുദർശന യന്ത്രമൊക്കെ എഴുതി കെട്ടുന്നത് ഏറ്റവും നല്ലതാണ്. പൂയം നക്ഷത്രക്കാരും സുബ്രഹ്മണ്യ സ്വാമിയെയാണ് പൂജിക്കേണ്ടത്. സുബ്രഹ്മണ്യ യന്ത്രം ധരിക്കുന്നതും ഇന്ദ്രനീലം രത്നമായിട്ട് ധരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ആയില്യം നക്ഷത്രക്കാർ നാഗത്തേവരെയാണ് പൂജിക്കേണ്ടത്. ഗണപതി യന്ത്രം എഴുതി കെട്ടുന്നത് ഏറ്റവും നല്ലതാണ്. മരതകം രത്നമായിട്ട് ധരിക്കുന്നതും വളരെ നല്ലതാണ്. മകർ നക്ഷത്രക്കാർ ആദിത്യ ഭഗവാനെയും നരസിംഹമൂർത്തിയെയും ശ്രീകൃഷ്ണനെയും ഒക്കെ പൂജിക്കുന്നത് നല്ലതാണ്. ലക്ഷ്മി നരസിംഹ യന്ത്രമൊക്കെ ധരിക്കുന്നതും മാണിക്യം രക്തം ധരിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. പൂരം നക്ഷത്രക്കാർ ആദിത്യ ഭഗവാനെ പൂജിക്കുക. സുദർശന യന്ത്രം എഴുതി കെട്ടുക. ഉത്ര നക്ഷത്രക്കാർ അയ്യപ്പനെ ശാസ്താവിനെ പൂജിക്കുക. ധന്വന്തരി മൂർത്തിയെ പൂജിക്കുക. ത്രിപുരസുന്ദരി യന്ത്രമൊക്കെ എഴുതി കെട്ടുന്നത് നല്ലതാണ്. അത്തം നക്ഷത്രക്കാർ രാജരാജേശ്വരിയെ മഹാവിഷ്ണുവിനെയൊക്കെ പൂജിക്കുക. ബാലയന്ത്രം എഴുതി കെട്ടുന്നത് നല്ലതാണ്. ചിത്തിര നക്ഷത്രക്കാർ മഹാലക്ഷ്മിയെ പൂജിക്കുന്നതും അശ്വാരൂഢ യന്ത്രമൊക്കെ എഴുതി കെട്ടുന്നത് വളരെ നല്ലതാണ്. ചോതി നക്ഷത്രക്കാർ മഹാലക്ഷ്മിയെയും ഹനുമാനെയൊക്കെ പൂജിക്കുക. ത്രിപുരസുന്ദരി യന്ത്രം എഴുതി കെട്ടുന്നത് നല്ലതാണ്. വിശാഖ നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമിയെ പൂജിക്കുക. സുബ്രഹ്മണ്യ യന്ത്രം എഴുതി കെട്ടുന്നതാണ് ഏറ്റവും ഉത്തമം. അനിഴം നക്ഷത്രക്കാർ ശിവനെ പൂജിക്കുക. മൃത്യുഞ്ജയ യന്ത്രമൊക്കെ എഴുതി കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. തൃക്കേട്ട നക്ഷത്രക്കാർ ഹനുമാൻ സ്വാമിയെ പൂജിക്കുക. ത്രിപുരസുന്ദരി യന്ത്രം എഴുതി കെട്ടുക. മൂല നക്ഷത്രക്കാർ ഗണപതിയെ പൂജിക്കുക. ഗണപതി യന്ത്രം എഴുതി കെട്ടുക. പൂരാട നക്ഷത്രക്കാർ രാജരാജേശ്വരിയൊക്കെ തൊഴുക. ത്രിപുരസുന്ദരി യന്ത്രം എഴുതി കെട്ടുക. ഉത്രാട നക്ഷത്രക്കാർ ആദിത്യ ഭഗവാനെ പൂജിക്കുക. ശങ്കരനാരായണനെ തൊഴുത് പ്രാർത്ഥിക്കുക. അതൊക്കെ വളരെ നല്ലതാണ്. അശ്വാരൂഢ യന്ത്രം എഴുതി കെട്ടുക. തിരുവോണ നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയാണ് പൂജിക്കേണ്ടത്. മഹാരാജ ഗോപാല യന്ത്രം അല്ലെങ്കിൽ മഹാവിഷ്ണുവായിട്ട് ബന്ധപ്പെട്ട യന്ത്രങ്ങൾ, രാജഗോപാല യന്ത്രമൊക്കെ എഴുതി കെട്ടുന്നത് ഏറ്റവും നല്ലതാണ്. അവിട്ട നക്ഷത്രക്കാർ ഗണപതി ഭഗവാനെ പൂജിക്കുക. ഗണപതി യന്ത്രം എഴുതി കെട്ടുക. ചതയ നക്ഷത്രക്കാരും നാഗരാജാക്കളെയും നാഗത്തേവരെയൊക്കെ തൊഴുത് പ്രാർത്ഥിക്കുക. സുദർശന യന്ത്രം എഴുതി കെട്ടുക. പൂരൂരുട്ടാതി നക്ഷത്രക്കാർ വരാഹമൂർത്തിയെ പൂജിക്കുക. സുദർശന യന്ത്രം എഴുതി കെട്ടുക. ഉത്രട്ടാതി നക്ഷത്രക്കാർ ശിവനെയാണ് പൂജിക്കേണ്ടത്. അശ്വാരൂഢ യന്ത്രം എഴുതി കെട്ടുന്നത് നല്ലതാണ്. രേവതി നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെ പൂജിക്കുകയും സുദർശന യന്ത്രം എഴുതി കെട്ടുന്നതും നല്ലതാണ്. ഇങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്ത ദേവീദേവന്മാരെ
പൂജിക്കാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്, ഉപാസനാമൂർത്തികളായിട്ട് കൊണ്ടുകിടക്കാനുണ്ട്. അശ്വതി നക്ഷത്രക്കാര് അശ്വനി ദേവതകൾ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഗണപതിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ മൂല നക്ഷത്രക്കാര് ഗണപതി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഭഗവതിയെ പൂജിക്കുന്നു. അതുപോലെ ഭരണി നക്ഷത്രക്കാരൊക്കെ ഭഗവതിയെ പൂജിക്കുന്നതും ഉത്തമം തന്നെയാണ്. ഭഗവതി ഉപാസകന്മാരുടെ ഒരു നക്ഷത്രവും കൂടെയാണ് മൂലം. ഭഗവതിയുടെ നക്ഷത്രമായിട്ട് മൂലത്തിനെ കണക്കാക്കേണ്ടത്. ദേവീദേവന്മാരെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വിശേഷമായിട്ട് അവർക്ക് ഐശ്വര്യം ഉണ്ടാവുകയും കുടുംബത്തിലേക്ക് സമ്പൽ സമൃദ്ധിയൊക്കെ വന്നു ചേരുകയൊക്കെ ചെയ്യുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ നക്ഷത്രക്കാരുടെയും ഉപാസനാമൂർത്തികളെ കണ്ടെത്തി വിശേഷ ദിവസങ്ങളിൽ പൂജിക്കുകയും വഴിപാടുകൾ ചെയ്യുകയും അവരെ നക്ഷത്രത്തിൻ്റെ ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സർവ്വ ഐശ്വര്യവും വന്ന് ചേരും. സന്തതി പരമ്പരകൾക്കും അത് ഏറ്റവും നല്ലതാണ്. വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതാണ്. നമ്മൾ നക്ഷത്രത്തിനനുസരിച്ച് നമ്മൾ ഏത് ദേവനാണ്, ദേവിയാണ്, ഉപാസനാമൂർത്തി ഏതാണെന്ന് കണ്ടെത്തി നമ്മൾ വിശേഷമായിട്ട് പൂജിക്കുകയും വഴിപാടുകളും ചെയ്യുകയും ചെയ്താലുണ്ടാവുന്ന ഗുണം. എല്ലാവർക്കും എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. സമ്പൽ സമൃദ്ധി വന്നു ചേരട്ടെ. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.